വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ റെസിപ്പി മാഷ്. മാഷിൻ്റെ തന്നെ ഒരു 5 വെറൈറ്റി ചെയ്യുന്നുണ്ട്. പൊട്ടാറ്റോ മാഷ്, സ്വീറ്റ് പൊട്ടാറ്റോ മാഷ്, ഗ്രീൻ പീസ് മാഷ്, കോളിഫ്ലവർ മാഷ്, കപ്പ മാഷ്. പക്ഷെ അത് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പൊട്ടാറ്റോ മാഷ് ഒക്കെ ചെയ്യുന്ന പോലെയാണ് കപ്പ മാഷ് ചെയ്യുന്നത്. ആൻഡ് സെർവ് ചെയ്യണതും മെഡിറ്ററേനിയൻ സ്റ്റൈലിൽ, കോണ്ടിനെൻ്റൽ സ്റ്റൈലിൽ, പിന്നെ നമ്മുടെ നാടൻ കേരള സ്റ്റൈലിൽ, അങ്ങനെ ഒരു 5-6 വെറൈറ്റി ഉണ്ട്. ബേസിക്കലി മാഷസ് ആണ് നിങ്ങൾക്ക് എല്ലാ മീറ്റിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ മാഷസ്. അപ്പോൾ ആദ്യം നമ്മൾ റെസ്റ്റോറൻറ്റ്സ് 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ കിട്ടണ അതേ ടെക്സ്ചറുള്ള പൊട്ടാറ്റോ മാഷ് ഉണ്ടാക്കാൻ പോണേ. അതിന് നമ്മുടെ എബ്രോഡൊക്കെ കിട്ടുന്ന പൊട്ടാറ്റോസ് ഇവിടെ കിട്ടില്ല. പക്ഷേ നമ്മുടെ നാടൻ പൊട്ടാറ്റോ അത്യാവശ്യം നല്ല സൈസുള്ള പൊട്ടാറ്റോ വേണം എടുക്കാനായിട്ട്. അത് വെച്ചാൽ ചെയ്യാൻ പോണേ. ഇപ്പോൾ മാഷ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ സ്റ്റീമാണ് ചെയ്യണേ കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കോളിഫ്ലവർ, നമ്മുടെ പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട്, സ്വീറ്റ് പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം സ്റ്റീം ചെയ്യണം. ഒരു 25 മിനിറ്റ് എടുക്കും സ്റ്റീം ആവാനായിട്ട്. സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ റെഗുലർ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വേവണം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടി കൂടി നന്നായിട്ട് വേവട്ടെ. ഇതെപ്പോഴും മാഷിന് എപ്പോഴും സ്റ്റീം ചെയ്യണം നല്ലത്. ഈ കുക്കറിൽ നമ്മൾ വേവിക്കുവാണെങ്കിൽ ഇത് വെള്ളത്തിൻ്റെ ചുവ വരും. അപ്പോൾ അത് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് വരില്ല, കുഴപ്പമില്ല, ബട്ട് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് വരില്ല. ഇനി അഥവാ നിങ്ങൾക്ക് സമയമില്ല, കുക്കറിലാണ് വേവിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം കൊണ്ട് പാഡ് ഡ്രൈ ചെയ്യുക. ടിഷ്യൂ പേപ്പർ കൊണ്ട് പാഡ് ഡ്രൈ ചെയ്യുക. നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. ഈ പ്രോട്ടീൻസ് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യണത് കാണിച്ചു തരാം. വെജിറ്റേറിയൻസിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് പനീർ, ഗ്രിൽഡ് പനീർ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ആ സെയിം മാരിനേഷൻ. പിന്നെ ഇത് എൻ്റെ തന്നെ റെസിപ്പിയിലുള്ള കാൻറ്റനീസ് ചിക്കൻ, അതിനൊന്ന് സിയർ ചെയ്യാനുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ പോണത്. നെഞ്ചെല്ലും കപ്പയും അതിൻ്റെ ഗ്രേവിയാണ് ആക്കി വെച്ചേക്കണത്, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് പ്രോൺസ് ബട്ടറും പാസ്ലിയും ലൈമും പെപ്പറും ഇട്ടിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഫിഷ് ഫില്ലേ, നമ്മുടെ ഒറിഗാനോ, പാസ്ലി, ഗാർലിക്, പാപ്രിക്ക, ലൈം ആൻഡ് ഒലിവ് ഓയിൽ ഇത്രയും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് ബീഫ് ഫിലിമിനിയാണ് എടുത്തേക്കണേ, അത് ഉപ്പും പെപ്പറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാം പാഡ് ഡ്രൈ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടാറ്റോസാണ് ചെയ്യാൻ പോണേ. നന്നായിട്ട് സോഫ്റ്റായിട്ട് ബോയിലായിട്ടുണ്ട്. എന്നിട്ട് സ്കിൻ പീൽ ചെയ്യട്ടെ. ഇത് കണ്ടോ, പാത്രത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇത്രയും വെള്ളം വീണിട്ടുണ്ട്. അപ്പോൾ വെള്ളം എല്ലാം ഒന്ന് പാഡ് ഡ്രൈ ചെയ്യണം കേട്ടോ പൊട്ടാറ്റോ, അല്ലെങ്കിൽ എന്ത് പറ്റും, വാട്ടറിൻ്റെ ടേസ്റ്റ് വരും. ഒരു വെള്ളം ചുവയ്ക്കണ പോലത്തെ ഒരു പൊട്ടാറ്റോ ടേസ്റ്റ് ഇല്ലേ, അത് വരും. അങ്ങനെ ഒരിക്കലും വരരുത്, മാഷിൻ്റെ സകല ഗ്ലാമറും പോവും. നന്നായിട്ട് മാഷ് ചെയ്യാം. ഇതല്ല കേട്ടോ മെയിൻ തിങ് വേറെ. ഇതുകൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്യാം. ഇനി ഞാൻ പറയില്ലേ, നമ്മുടെ ആ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ടെക്സ്ചർ കിട്ടണമെങ്കിൽ അരിക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഹോൾസ് കുറച്ച് വലുതായിട്ടുള്ള അരിപ്പയിലോട്ട് നമ്മൾ മാഷ് ചെയ്ത പൊട്ടാറ്റോസ് ഇടുക. എന്നിട്ട് സീവ് ചെയ്യാം. ഇത് ചൂടായിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരിയ ചൂടായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, അടിയിൽ ഇങ്ങനെ കളക്ട് ചെയ്യും. ഇത് കണ്ടോ, ഇതാണ് ആ കറക്റ്റ് ടെക്സ്ചർ വരുത്തുന്ന സാധനം. ഇതുപോലെ എല്ലാം മാഷ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറിലാണ് ഇരിക്കുക നമ്മൾ സീവ് ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് സീവ് ചെയ്യണതാണ് മെയിൻ തിങ് നമ്മുടെ പൊട്ടാറ്റോ ഏത് ടൈപ്പ് മാഷിനും. ഇനി മാഷിന് എനിക്ക് ഗാർലിക്ക് എനിക്കങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. അഥവാ ഗാർലിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഗാർലിക്കും ബട്ടറും കൂടി ആഡ് ചെയ്യാം. പക്ഷേ ഈ മാഷിന് ഞാൻ ഗാർലിക്ക് പ്രിഫർ ചെയ്യണില്ല കേട്ടോ. ഞാൻ ബട്ടർ ഇട്ടു ആൻഡ് പാല്, ഇത് രണ്ടും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യിക്കാം. നമ്മളുടെ പൊട്ടാറ്റോയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ബട്ടറും വേണം, പാലും വേണം. ഇത് പിള്ളേർക്കൊക്കെ പറ്റിയ സാധനമാണ്. ചെറിയ പിള്ളേർക്ക് ഹെൽത്തിയുമാണ്, അവർ കഴിക്കുകയും ചെയ്യും എന്തായാലും. നമ്മുടെ പാലിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് ചൂടായിട്ട് തന്നെ നമ്മുടെ പൊട്ടാറ്റോ മാഷിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ഇടുക, പെപ്പറും ഇടുക, എന്നിട്ട് മിക്സ് ചെയ്യാം. ഈ പാലിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് വാട്ടർ ചെയ്യാണ്ട് അത് ഈ ഒരു കൺസിസ്റ്റൻസി അല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയും മതി. പെപ്പർ അധികം ഇടണ്ട. ഈ പൊട്ടാറ്റോവും ബട്ടറിൻ്റെയും ടേസ്റ്റ് തന്നെ നിൽക്കണം നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗാർലിക്കും ഇടാത്തതാണ് എനിക്കിഷ്ടം. ഇനി നമ്മുടെ ആ ഫിലിമിനിയോൻ്റെ പീസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്തിട്ട് ഞാൻ ഉപ്പും പെപ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗീയിലാണ് ചെയ്യാൻ പോണേ, ജോണിയുടെ ഐഡിയ. ഗീ ആഡ് ചെയ്തിട്ട് 2.5 മിനിറ്റ്സ് നമ്മുടെ ടൈമർ സെറ്റ് ചെയ്തോ. ഒരു സൈഡ് 2.5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ. ഇപ്പോൾ ഇത് 2.5 മിനിറ്റായി. എന്നിട്ട് ഞാൻ മറിച്ചിട്ടു. ഇനി ലാസ്റ്റാണ് നമ്മൾ നമ്മുടെ ഗാർലിക്കും റോസ്മേരിയും ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഇനി എടുക്കണേക്കാളും ഒരു 30 സെക്കൻഡ്സ് മുമ്പ് വേണം ഗാർലിക് ഇടാൻ, അല്ലെങ്കിൽ ഓവറായിട്ട് ഗാർലിക് ഇതായി പോവും, കുക്കായി പോവും. അപ്പോൾ ബട്ടറും ആഡ് ചെയ്തു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ആൻഡ് ഗാർലിക്കും ആഡ് ചെയ്തു. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ്മേരിയും ആഡ് ചെയ്യണം. നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ എത്ര നേരം കുക്ക് ചെയ്തോ അത്രയും നേരം തന്നെ റെസ്റ്റിംഗ് ടൈം വേണം. അപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ. ആൻഡ് ഇനി നമ്മുടെ മെയിൻ സാധനം പൊട്ടാറ്റോ മാഷ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി പൊട്ടാറ്റോ മാഷ്. ഇനി കുറച്ച് പാസ്ലയും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ആൻഡ് വേണമെങ്കിൽ ഇത് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ബട്ടറിൻ്റെ സ്ലൈസും കൂടി അങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ പൊളിക്കും. ഇത് കഴിഞ്ഞു. ഈ സെയിം രീതിയിൽ തന്നെ ബാക്കിയുള്ള മാഷസും ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം കേട്ടോ. ചെറിയ ചെറിയ മാറ്റമുള്ളൂ. ഇനി നമ്മുടെ സൈഡ് ഡിഷസിനെയൊക്കെ ഒന്ന് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് ഞാൻ മൈക്രോ ഗ്രീൻസ് ഹോർഗിൽ നിന്ന് മേടിച്ചേ. അത് ലൈമും ഒലിവ് ഓയിലും ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തു. ആൻഡ് പുളി വരുമ്പോൾ ഈ പൊട്ടാറ്റോ മാഷിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ആൻഡ് എവക്കാഡോനെയും ഈ സെയിം തന്നെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തു, ഒലിവ് ഓയിലും ലൈമും. ഇനി സ്വീറ്റ് പൊട്ടാറ്റോ മാഷ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ സാധനമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഫുൾ ഒരുമാതിരി എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും അങ്ങനെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോയുടെ എന്തെങ്കിലും ഉണ്ടാവും. ഈ അടുത്താണ് പക്ഷേ സ്വീറ്റ് പൊട്ടാറ്റോ മാഷ് കുറച്ച് ആളായിട്ടുള്ളൂ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫിഷ് മെഡിറ്ററേനിയൻ സ്റ്റൈൽ ഫിഷാണ് സെർവ് ചെയ്യുന്നത്. ബേക്ക് ചെയ്യട്ടെ. ഫിഷ് എപ്പോഴും ഒരു 15 മിനിറ്റൊക്കെ ബേക്കിൽ ഒരു 180 ഇട്ടാൽ മതി. ഇത്രയും ചെറിയ പീസാണെങ്കിൽ 15 കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. ബേക്ക് എൻ്റെ ഇതിൽ 200 വെക്കേണ്ടി വരും. സാധാരണ 180 വെച്ചാൽ മതി ഓപ്പൺ ആയിട്ട്. എനിക്ക് പെട്ടെന്നൊരു ഐഡിയയും കൂടി തോന്നി ബുൾസൈയും കൂടി വെക്കാമെന്ന്. അതും നല്ലതായിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവർ ഇങ്ങനെ ബീഫ് സ്റ്റേക്കിൻ്റെ കൂടെ ബുൾസൈയും വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെറ്റായി. ടേസ്റ്റ് ചെയ്യാം. ഇനി സ്വീറ്റ് പൊട്ടാറ്റോയും ഈ സെയിം രീതിയിൽ തന്നെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം കാണിക്കണില്ല കേട്ടോ. ഇതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്യുക. എന്നിട്ട് സ്കിൻ കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാഷ് ചെയ്യുക. എന്നിട്ട് സീവ് ചെയ്യുക. സെർവ് ചെയ്യാൻ പോണത് കാണിക്കാം. മാഷ് ചെയ്യുക, സീവ് ചെയ്യുക. സ്വീറ്റ് പൊട്ടാറ്റോയിനാണെങ്കിലും ഈ സീവ് ചെയ്യണം. ആ മെത്തേഡ് മറക്കണ്ട. ആൻഡ് സീവ് ചെയ്യുക. ഇത് നേരത്തെ കണ്ടതല്ലേ, ഇതുപോലെ തന്നെ സെയിം തിങ്. ഇതേ കടിച്ച് തിന്നാൻ നോക്കിയാൽ പറ്റില്ല കേട്ടോ. ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഒലിവ് ഓയിലും ഉപ്പും കൂടി മേലെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്താൽ സെറ്റാണ്. ഒലിവ് ഓയിലും ഉപ്പും പെപ്പറും. ഇനി കഴിച്ചു നോക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും ചൂടായിട്ട് വേണം പാലിൻ്റെ മിക്സ് ആഡ് ചെയ്യാനായിട്ട്. അത് ഇമ്പോർട്ടൻ്റാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ മാഷ്. ഇത് പിള്ളേർക്കൊക്കെ സ്വീറ്റ് പൊട്ടാറ്റോസിനേക്കാളും എന്തൊക്കെയായാലും ഹെൽത്തിയാണ്. അപ്പോൾ ഇത് ഡയറ്റിൻ്റെ സമയത്ത് നിങ്ങൾ ബട്ടറും പാലൊക്കെ കുറച്ചിട്ട് കഴിക്കാനും നല്ലതാണ്. ആൻഡ് ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കുറച്ച് പാപ്രിക്ക പൗഡർ ഉണ്ടല്ലോ, സ്മോക്ക് പാപ്രിക്ക, അത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിക്സ്ഡ് ഹെർബ്സ്, അത് കുറച്ചിട്ട് ആ ഫ്ലേവർ ഇതിന് നന്നായിട്ട് പോകും സ്വീറ്റ് പൊട്ടാറ്റോന്. ആൻഡ് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി ഞാൻ നേരത്തെ മറ്റേ മൈക്രോ ഗ്രീൻസ് വെച്ചില്ലേ, അത് എങ്ങനെയുണ്ട് മാഷ്, സ്വീറ്റ് പൊട്ടാറ്റോ മാഷ്. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ബട്ടറും പാലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അത്രയും അധികം ആഡ് ചെയ്തിട്ടില്ല. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നിങ്ങൾ ഇന്ന് ചെയ്യണ എല്ലാ മാഷസും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സേവ് ചെയ്ത് വെച്ചോ. ഡെഫിനറ്റ്ലി താഴെ വീണു. ഡെഫിനറ്റ്ലി അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ടെക്സ്ചർ വൈസ് പൊളിയാണ്. എല്ലാത്തിൻ്റെയും ടേസ്റ്റിലുള്ള വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ടേസ്റ്റ് ടെക്സ്ചർ പക്ഷേ ശരിക്കും നമ്മുടെ പുറത്തുനിന്ന് കഴിക്കണ പൊട്ടാറ്റോ മാഷ് പോലെ തന്നെ. ഇനി നമ്മുടെ കേരള സ്റ്റൈൽ നെഞ്ചെല്ലും കപ്പയും. അതിനെ മാഷ് ചെയ്ത പോലെ ഈ സെയിം രീതിയിൽ തന്നെ കപ്പ വേവിച്ചിട്ട് ഇതുപോലെ തന്നെ മാഷ് ചെയ്തു. ഇനി സീവ് ചെയ്യും. സീവ് ചെയ്തിട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്യുള്ളൂ. കാണിക്കാം. ഈ കപ്പ മാഷ് ഉണ്ട് ഇതുപോലെ തന്നെ സീവ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കപ്പ സീവ് ചെയ്തെടുത്തു വേവിച്ചിട്ട്. എന്നിട്ട് ഞാൻ തേങ്ങാപ്പാലും കപ്പയ്ക്ക് മാത്രം തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യണേ. തേങ്ങാപ്പാലും നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. ഉപ്പ് ഇട്ടിട്ട്, ഉപ്പിൻ്റെ കുറവ് വരരുത് കേട്ടോ മാഷിൽ. അപ്പം ഇത് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് വരും. ഇനി കപ്പയിലോട്ട് മിക്സ് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ കേട്ടോ ഇനിയും വരാൻ പോണ മാഷിൽ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യിക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നെഞ്ചെല്ലിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോണേ. ഇത് ഞാൻ വെലോസിറ്റിയിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനത്തെ പ്രസൻറ്റേഷൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ കപ്പ, നെഞ്ചെല്ല് ഞാൻ ബീഫ് റോസ്റ്റിൻ്റെ അതേ മസാല ഇട്ടിട്ടാണ് വേവിച്ചേ. ആ ഗ്രേവി ഉണ്ടല്ലോ അത് മേലൊഴിക്കാം. ഇനി ഒരു സാധനം ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ കപ്പയുടെ കൂടെ കഴിക്കുന്നത്, അതും കൂടി വെക്കാം. ആൻഡ് കപ്പയുടെ കൂടെ ഏത് വെജിറ്റബിളാണ് ചേരാ? എന്തെങ്കിലും ഒരു ഗ്രീൻ വേണമല്ലോ. തൽക്കാലം നമ്മുടെ നാടൻ ഡിഷ് ആയതുകൊണ്ട് കറി ലീവ്സ് വെക്കാം. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ സ്റ്റീം ചെയ്ത കോളിഫ്ലവർ ഉണ്ടല്ലോ അതും ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ തുടച്ച് കളഞ്ഞിട്ട് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അത് ഗ്രൈൻഡ് ആകുമ്പോഴത്തേനും ദേ ഇവിടെ അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യണത് ടൈഗർ പ്രോൺസ്, വലിയ സൈസുള്ളത് കേട്ടോ. ഇതുപോലെ
ബട്ടറും ഗാർലിക്കും ലൈമും അത്രേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇനി ബേക്ക് ചെയ്യും. സോറി ഓണല്ല, പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വേണം കേട്ടോ എപ്പോഴും ഇതൊക്കെ വെക്കാനായിട്ട്. ഇതിപ്പോൾ ചൂടുണ്ട്. ഒരു 15 മിനിറ്റ് എന്തായാലും വെച്ചേക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പ്രോൺസ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതാണ്ടോ കോളിഫ്ലവർ നന്നായിട്ട് മാഷ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട്. ഇനി കോളിഫ്ലവർ മാഷിന് ഫ്രഷ് ക്രീമാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ക്രീമി ഇതായിട്ടിരിക്കണം നല്ലത്. അല്ലെങ്കിലേ നല്ല ക്രീമി ടേസ്റ്റാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ആൻഡ് ബട്ടർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, പാലിന് പകരം ഫ്രഷ് ക്രീം, അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നിട്ട് ഇത് ഓവറായിട്ട് ചൂടാവണ്ട, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയാൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യിക്കുക. എന്നിട്ട് നേരിയ ചൂടിൽ തന്നെ കോളിഫ്ലവറിലോട്ട് മിക്സ് ചെയ്യുക. ഉപ്പിട്ടോട്ടാ. ഇത് വേണ്ട. ഇതിൻ്റെ മെയിൻ തിങ് ഞാൻ എപ്പോഴും എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ പറയുന്നുണ്ട്, ചൂട് വേണമെന്ന് ഈ മിക്സിന്, ബട്ടർ മിക്സിന്. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്തപ്പോൾ ഫ്രഷ് ക്രീം കുറച്ച് കൂടിപ്പോയി. ഫ്രഷ് ക്രീം അപ്പോൾ ഇത് കണ്ടോ ഇത്തിരി വാട്ടറി. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും ചെയ്ത മാഷസിനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ ആ പാത്രത്തിലോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണ വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണ വരെ ഒന്ന് തിളപ്പിക്കുകയല്ല, ഒന്ന് ഡ്രൈ ആക്കി എടുക്കണ വരെ ഒന്ന് ചൂടാകാം. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച തിക്നെസ്സിൽ കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ എങ്ങാനും നിങ്ങൾ ഒഴിച്ച പാലൊക്കെ കൂടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയാൽ മതി. അതുപോലെ തന്നെ പാല് കുറഞ്ഞാലും വീണ്ടും ഇപ്പോൾ അതുപോലെ തന്നെ പാല് ഇപ്പോൾ അഥവാ കുറഞ്ഞു പോയാലും നമ്മൾ ഉണ്ടാക്കിയ മാഷ് ഇതിലേക്ക് ഇടുക, ഒന്നും കൂടി പാലൊഴിച്ച് ചൂടാക്കുക, അത്രയേ ഉള്ളൂ. പ്രോൺസിൻ്റെ കൂടെയാട്ടോ ഞാൻ സെർവ് ചെയ്യണേ. ഇത് സീ ഫുഡിൻ്റെ കൂടെ ഭയങ്കര നല്ല ഈ മാഷ്, ഏത് മാഷായാലും. ബട്ട് ഞാനിന്ന് ടൈഗർ പ്രോൺസിൻ്റെ കൂടെ സെർവ് ചെയ്യണേ. നേരത്തെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചില്ല, അവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചില്ലേ അത്. ആൻഡ് കുറച്ച് വലുതായി പോയേ. ആൻഡ് ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ബീട്രൂട്ട് നമ്മുടെ ഫോയിൽ വെച്ച് പൊതിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഉപ്പും ഒലിവ് ഓയിലും പെപ്പറും മാത്രം ഇട്ടുള്ളേ. ബീട്രൂട്ട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം അല്ലേ. നമ്മുടെ പെയറൊക്കെ പോലെയല്ലേ, പെയറും ഇതുപോലെ തന്നെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഇങ്ങനെ സോഫ്റ്റായിട്ട്. ആൻഡ് അത് നമ്മുടെ കാരമലൈസ്ഡ് ഷുഗറൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഐസ്ക്രീമിൻ്റെ കൂടെ. അത് വൈനൊക്കെ സോക്ക് ചെയ്തിട്ട്. ഇപ്പോൾ ബീട്രൂട്ട് എനിക്കെന്തോ കുറച്ച് ഗ്രീൻസും കൂടി വന്നാലൊരു ഭംഗി തോന്നണുള്ളൂ എൻ്റെ പ്ലേറ്റിന്. അപ്പോൾ സുക്കീനി ഗ്രില്ല് ചെയ്ത് നല്ല ടേസ്റ്റാണ്. വെറുതെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ നമ്മുടെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രത്തിൽ ഗ്രില്ല് ചെയ്തോളൂ. ബ്രോക്കോളിയും അങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്തു, ഉപ്പും പെപ്പറും മാത്രം ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലാണ്. ഇനി അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട ആക്ച്വലി, ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് പ്ലേറ്റ്. ഇനി നിങ്ങൾ എത്ര പേര് ഈ ഗ്രീൻ പീസ് മാഷ് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. അത് ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ച. ആൻഡ് അത് ഭയങ്കര വ്യത്യാസമാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഇതിൽ നിന്ന്. അപ്പോൾ ഗ്രീൻ പീസ് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ യൂസ് ചെയ്തത്. എന്നിട്ട് വേവിച്ചിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബട്ടർ, ഗാർലിക്ക് ഒരു ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാ, അതിൻ്റെ ആ കുത്തലൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇടാം. എന്നിട്ട് ഇനി ചൂടാവുമൊന്നും വേണ്ട, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം. ഗ്രീൻ പീസ് ഫൈൻ പേസ്റ്റായിട്ട് മാഷ് ചെയ്തു. സെയിം മറ്റേ പൊട്ടാറ്റോനൊക്കെ ചെയ്ത പോലെ തന്നെ ബട്ടറും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. ആകെ കൂടെ നമ്മൾ കപ്പയ്ക്കാണ് തേങ്ങാപ്പാൽ യൂസ് ചെയ്തത്. ഗ്രീൻ പീസ് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചത് ഇതിലേക്ക് നമ്മൾ ആ പാല് മിക്സ് ആഡ് ചെയ്യും. വെളുത്തുള്ളിയുടെ ഇത് കൂടരുത് കേട്ടോ, ചൂടായിട്ട് തന്നെ ഒഴിക്കണത്. ഞാനിത് എല്ലാത്തിലും പറയണതേ ചൂട് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മെയിൻ തിങ് ഈ നാരങ്ങയുടെ റെൻറ്റ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം, ഒരു പിഞ്ച് മതി. ഇതിന് ഭയങ്കരമായിട്ട് ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. ആൻഡ് പിന്നെ നമ്മുടെ ലൈം ജ്യൂസ്, അതാണ് ഈ ഗ്രീൻ പീസിനുള്ള വ്യത്യാസം വന്നേക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ലൈം ഒരു 2 തുള്ളിയൊക്കെ മതി കേട്ടോ. പക്ഷേ നല്ലൊരു കളറും വരും, നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും വരും. പിന്നെ ഉപ്പും പെപ്പറും നേരത്തെ ഇട്ടതല്ലേ. ഇനി പനീറിൻ്റെ ഓപ്ഷൻ, വെജിറ്റേറിയൻസിന് ഓപ്ഷൻ തന്നില്ലെന്ന് കണ്ടോ. പനീർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രിൽ പനീർ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസിപ്പി ഇട്ടുണ്ട്, ആ മാരിനേഷനാണ്. അതൊന്ന് ഗ്രിൽ ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ പീസിൻ്റെ കൂടെ ഇത് ചെയ്യാൻ പോണേ. ഒന്ന് ട്രൈ ചെയ്യോ. ബീഫ് നമ്മുടെ ഈ സ്റ്റേക്ക് കുറച്ച് ഓവർ കുക്ക്ഡ് ആയിപ്പോയി ഇല്ലേ, കറക്റ്റാണോ? ഇച്ചിരി ഞങ്ങൾ ആ ടൈം സെറ്റ് ചെയ്തപ്പോൾ അത് നോക്കാൻ മറന്നുപോയി. ഇതിനി പകുതി ആവണമല്ലോ കേട്ടോ. ഇതെങ്ങനെയുണ്ട്, എൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയുണ്ട്? ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇത് നമ്മുടെ വെലോസിറ്റി സ്റ്റൈൽ നെഞ്ചെല്ലും കപ്പയും. ഒരു മിനിറ്റ് പനീർ ഇതായിപ്പോയി. പനീർ റെഡി. ഇനി ഇതിന് നമുക്ക് മാഷിൻ്റെ കൂടെ ഇത് ചെയ്യാം. ജിജോ ഒരെണ്ണം കൂടി ഉണ്ട്, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ? 1 മിനിറ്റ്. ജിജോ വന്ന കാരണം ഞാൻ ഒത്തിരി ധൃതി കാണിക്കുന്നുണ്ട്. ജിജോ മാഷ് ഗ്രീൻ പീസ് മാഷ്
ഗ്രീൻ പീസ് മാഷ് നമ്മുടെ ഗ്രീൻ പീസ് കൊണ്ട് തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ, അത് നല്ല. ആൻഡ് ഇത് ഞാൻ ക്യാപ്സിക്കം നമ്മുടെ അടപ്പിൽ വെച്ചെന്നെ ഗ്രില്ല് ചെയ്ത്, അത് നല്ല ഒരു. ആൻഡ് പിന്നെ കുറച്ച് പുതിനയില ഇട്ടാൽ നല്ല, പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇത്. പൊളിയല്ലേ. ഇനി മല്ലിയില ചട്നി വേണമെങ്കിൽ വെക്കാം, അതിപ്പോൾ മറന്നു പോയിട്ടുണ്ട്. ഒരു സാധനം ഈ പനീറിൻ്റെ കൂടെ ഭയങ്കര നല്ല കേട്ടോ, നമ്മൾ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ വിനാഗിരിയിലിട്ടത്, അത് ഇതിൻ്റെ സൈഡിൽ വെച്ചാൽ നല്ല. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ചട്നി അതൊക്കെ നല്ലതായിരിക്കും. ഇത് കണ്ട കളറ് ഇത് വരുമ്പോൾ തന്നെ ഈ പ്ലേറ്റിൻ്റെ ലുക്ക് തന്നെ മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. വീഡിയോയിൽ എങ്ങനെയുണ്ട്? നല്ലല്ലേ? ആ അതെ, ഞാൻ ആ കാൻറ്റനീസ് ചിക്കൻ്റെ നേരത്തെ കാണിച്ചില്ലേ, അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ഓവറായി. ഇതിപ്പോൾ ജിജുവും വന്ന കാരണം ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് റെസിപ്പി ഞായിട്ടുണ്ട് കാൻറ്റനീസ് ചിക്കൻ, അത് ആ സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ട് മാഷിൻ്റെ കൂടെ സെർവ് ചെയ്താൽ മതി. ഇതിലേത് മാഷ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇത് ഏത് മാഷാണ്? എന്നാൽ ജിജോ പറ, ഇത് ഏത് മാഷായിട്ട് തോന്നണേ, അത് നമുക്ക് നോക്കാം എങ്ങനെ അത് മനസ്സിലാവുമെന്ന്. ആ കറക്റ്റ്, പൊട്ടേറ്റോ. അല്ല അത് മനസ്സിലാവണുണ്ടോന്ന്, ടേസ്റ്റ് എല്ലാം ഒരേ. ഇത് ജിജോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ. അല്ല ഇത് ടേസ്റ്റ് ചെയ്യും. നെഞ്ചിൽ നമ്മൾ രാവിലെ മേടിച്ചില്ലേ, ഉള്ളിച്ചമന്തി ഇട്ട് ടേസ്റ്റ് ചെയ്യും. എനിക്ക് ഇതും മാഷ് മാത്രമേ ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് കപ്പയാ, എടുത്തില്ല. നല്ലതാണോ? ഞാൻ തേങ്ങാപ്പാലും ഇതും കൂടി ഇട്ടു കപ്പയിൽ. ഇനി ആ ഗ്രീൻ പീസ് മാഷ് ഒന്ന് ട്രൈ ചെയ്യാം. ഇനി ജിജോ കോളിഫ്ലവറും പ്രോൺ ഗ്രില്ലും ബീട്രൂട്ട് അതിൻ്റെ കൂടെ ട്രൈ ചെയ്യും. ലൈം വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. അത്രയും ബേക്ക് ചെയ്ത പ്രോൺസ് ആണ്. അയ്യോ, കൈ കൊണ്ടാണ് കഴിക്കണേ. എങ്ങനെയുണ്ട് കോളിഫ്ലവർ മാഷ് ആയിട്ട് ബീട്രൂട്ട് ബേക്ക് ചെയ്തു? ബീട്രൂട്ട് ഗ്രീൻ പീസ് ഇത് കുറച്ച് ഓവറായി പറയാം, പക്ഷേ വേറെ വഴിയില്ല കേട്ടോ, പ്ലാനിങ് കുറച്ച് കൂടുതലായി പോയി. ഗ്രീൻ പീസ് എങ്ങനെയുണ്ട്? മാഷ് വിത്ത് പനീർ. ആ ഉള്ളിയും കൂടി എടുക്കുക, ക്യാപ്സിക്കം എടുക്കുക, എല്ലാം എടുക്കുക. ക്യാപ്സിക്കം വേണ്ട. അപ്പം നിങ്ങൾ ഇതെല്ലാം പൊളിയാ, വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇപ്പം ഞാൻ ചിലപ്പോൾ എനിക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞുതരാം. എപ്പോഴും ചൂടായിട്ടുള്ള പാല്, കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ചൂടായിട്ടുള്ള പാലിൻ്റെ ബട്ടറിൻ്റെ മിക്സ് ആഡ് ചെയ്യുക. ഇനി അഥവാ അത് കൂടിപ്പോയി എന്ന് തോന്നിയാൽ തന്നെ കൺസിസ്റ്റൻസി ശരിയാക്കാനായിട്ട് വീണ്ടും ആ സെയിം സാധനം, സെയിം പൊട്ടറ്റോ മാഷ് ആണെങ്കിൽ അത് നേരെ ഒന്ന് ചൂടാക്കിയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചെന്ന് ഓർത്ത്, അപ്പോൾ തണുത്തു പോയി നോർത്തോ, അപ്പോൾ ചൂടാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആവി കയറ്റണം കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ സ്റ്റീം ചെയ്യില്ല, അതുപോലെ ചൂടാക്കണമാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇച്ചിരിയും കൂടി പാലൊഴിച്ചൊന്ന് കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയാൽ മതി ലാസ്റ്റ് മിനിറ്റ്. ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത് വെച്ചിട്ട് ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എനിക്ക് കയ്യൊന്നും പറയാം, അല്ല സോറി. അപ്പോൾ ബൈ.